വീണ്ടും ഒരു ത്രില്ലർ തന്നെ ആവാം, നൈറ്റ് ക്രൗളർ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. 2014 പുറത്തിറങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് ഡാൻ ഗിലോറിയാണ്. ഇദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങളൊക്കെ ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്ന ചിത്രങ്ങളാണ്. കഥയിലേക്ക് വരാം. ഹോളിവുഡ് മുകുന്ദനുണ്ണി വിനീതിന്റെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ട ശേഷം കുറെ സിമിലാരിറ്റി പോസ്റ്റുകൾ കണ്ട ശേഷമാണ് ഈ സിനിമ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ആട്ടെ ഒരു വൻ സംഭവം സിനിമയും. കാശ് സമ്പാദിക്കാനായി ഒരു വഴി തെളിഞ്ഞു വരുന്ന ഒരു കള്ളൻ പിന്നീട് ആ വഴിയിൽ കൂടെ വളർന്നു വരികയും എന്തലമ്പ് പരിപാടി കാണിച്ചും ആ വഴിയിലൂടെ കാശ് ഉണ്ടാക്കുമെന്ന ലെവലിലോട്ട് എത്തുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് സിനിമയുടേത്. മുകുന്ദനുണ്ണി ഈ സിനിമയിൽ നിന്നും ഭീകരമായി ഇൻസ്പയർഡ് ആയാണ് എടുത്തിട്ടുള്ളത് എന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിലെ ഗിലെൻഹെലിന്റെ കഥാപാത്രത്തിന്റെ മറ്റൊരു പകർപ്പ് തന്നെയാണ് മുകുന്ദനുണ്ണിയും. ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ മനസ്സിലൊരു ഞെട്ടലുളവാക്കുന്ന തരം ഒരു കഥാപാത്രം. തന്റെ നേട്ടത്തിനായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുവൻ. അതാണെങ്കിൽ ഗിലെൻഹെലിന്റെ വലിയ മികവ് തന്നെ സ്ക്രീനിലോട്ട് എത്തിച്ചിട്ടുമുണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു കഥാപാത്രം ആയതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയധികം ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. ഉടനീളം സിനിമ ത്രില്ലിംഗ് ആയി നിലനിർത്താൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടുമുണ്ട്. ക്ലൈമാക്സ് ആൻഡ് എൻഡിംഗ് ഒക്കെ ശരിക്കും ഞെട്ടിക്കുന്നതും ത്രില്ലടിപ്പിക്കുന്നതുമാണ്. മൊത്തത്തിൽ ദിസ് വൺ ഈസ് ഫോർ ദ ത്രില്ലർ പ്രേമീസ്. കാണാത്തവരുണ്ടെങ്കിൽ ഡോണ്ട് മിസ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.